വർഷം 1970. ലോകം മാരിയോ സഗാലോ എന്ന ബ്രസീലിയൻ പരിശീലകനോട് ചോദിച്ചു, 5 സൂപ്പർ സ്ട്രൈക്കേഴ്സിനെ എങ്ങനെ ഒരു ടീമിൽ കളിപ്പിക്കാനാകും, എങ്ങനെ ഒരു ടാക്ടിക്കൽ ബാലൻസ് കിട്ടും. പെലെ, ടൊസ്റ്റാവോ, റിവേലിനോ, ഗേഴ്സൺ ആൻഡ് ജോസീനിയോ, ഈ 5 സൂപ്പർ സ്ട്രൈക്കേഴ്സിനെ ഒരേ സമയം പ്ലേയിങ് ലെവനിൽ ഉൾപ്പെടുത്തി കളിപ്പിച്ച് ചരിത്രം തിരുത്തിയ ഒരു പരിശീലകനായി മാരിയോ സഗാലോ മാറി. 1958-ലും 1962-ലും ഒരു പ്ലെയറായി ബ്രസീലിനു വേണ്ടി വേൾഡ് കപ്പ് നേടുക. അതിനുശേഷം 1970-ൽ ലോകത്തെ അത്ഭുതപ്പെടുത്തിയ ഒരു ടാക്ടിക്കൽ എവല്യൂഷന് ഭാഗമായി പരിശീലകനായി ഒരു കിരീട നേട്ടം, വേൾഡ് കപ്പ് നേട്ടം. അതാണ് മാരിയോ സഗാലോ എന്ന ആ പരിശീലകന്റെ ചരിത്രം. ഈ 5 സൂപ്പർ സ്ട്രൈക്കേഴ്സിൽ ജോസീനിയോ ഒരു ഹിസ്റ്റോറിക്കൽ നേട്ടം കൂടി നേടിയാണ് ആ വേൾഡ് കപ്പ് അവസാനിപ്പിച്ചത്. എല്ലാ മത്സരത്തിലും ജോസീനിയോ എന്ന സ്ട്രൈക്കർക്ക് ഗോൾ നേടാൻ കഴിഞ്ഞു എന്ന ഒരു വലിയ പ്രത്യേകത കൂടി ആ വേൾഡ് കപ്പിൽ ഉണ്ടായിരുന്നു. 3+ ഗോൾ ആവറേജ് ആ സീസണിൽ, ആ 1970 വേൾഡ് കപ്പിൽ ബ്രസീൽ നിലനിർത്തി എന്നതുകൂടി പ്രത്യേകതയായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ബ്രസീലിന്റെ ഗോൾ മഴയാണ് അന്ന് മെക്സിക്കോയുടെ ഓരോ മൈതാനങ്ങളും കണ്ടത്. സോ ഇതാണ് ബ്രസീൽ. എപ്പോഴും വ്യത്യസ്തതകൾ കൊണ്ടുവന്ന് ലോക ഫുട്ബോളിനെ അത്ഭുതപ്പെടുത്തിയിട്ടുള്ള ഒന്ന് തന്നെയാണ് ബ്രസീലിയൻ ഫുട്ബോൾ എന്നതിന് യാതൊരു സംശയവും വേണ്ട. സോ കൂടുതൽ ഫുട്ബോൾ വിശേഷങ്ങളുമായി വീണ്ടും എത്താം. താങ്ക് യു.